അങ്ങനെ ബ്രൈറ്റനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4-2 തോൽപ്പിച്ചു. ആൻഡ് ഈ ഗെയിം കളിയുടെ 70 മിനിറ്റ്സ് വരെ ഞാൻ ഈ സീസണിൽ കണ്ട യുണൈറ്റഡിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ 70 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ആൻഡ് നിങ്ങൾ ചാനൽ ഫസ്റ്റ് ടൈം കാണണമെങ്കിൽ സബ്സ്ക്രൈബ്. ഇനി നമുക്ക് ഈ കളിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഈ പെർഫോമൻസ് ആയിരുന്നു ഈ സീസണിൽ എന്നെ ഏറ്റവും ഹാപ്പി ആക്കിയതും ഏറ്റവും ഇംപ്രസ് ചെയ്ത യുണൈറ്റഡ് പെർഫോമൻസ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ കഴിഞ്ഞ ലിവർപൂൾ ഗെയിമിൽ ഹാപ്പി ആയിരുന്നില്ലേ എന്ന്. വെൽ, അതാണ് ഞാൻ പറഞ്ഞത്. ഇതായിരുന്നു യുണൈറ്റഡിന്റെ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന്. ലിവർപൂളായിട്ടുള്ള ഗെയിം കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ അത് ആ പെർഫോമൻസിനെ ബേസ് ചെയ്തായിരുന്നില്ല, ആ വിന്നിനെ ബേസ് ചെയ്തായിരുന്നു. പക്ഷേ ഈ മാച്ച് വിന്നായാലും പെർഫോമൻസ് ആണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ബ്രൈറ്റന് ചാൻസസ് ഉണ്ടായിരുന്നു. അവരാണ് ഈ ഗെയിം സ്ട്രോങ്ങർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യുണൈറ്റഡ് ഈ ഗെയിം ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. കസിമീറോയും ബ്രൂണോയും മത്തായസ് കൂനിയും എംബൂയിമും ആ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്തു. ബ്രൈറ്റന്റെ ഒരു പ്ലെയറിന് പോലും ഒരു ക്ലിയർ കട്ട് ചാൻസ് അത് കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടില്ല. ആൻഡ് കാർലോസ് ബലേബയുടെ കാര്യം പറയുകയാണെങ്കിൽ യുണൈറ്റഡ് ഈ സീസൺ ബലേബേനെ സമ്മറിൽ ഫുള്ള് ചേസ് ചെയ്തു. ആൻഡ് ഈ മാച്ച് യുണൈറ്റഡ് ഫ്യൂച്ചറിൽ ബലേബേനെ സൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓഡീഷൻ ആണെങ്കിൽ അതിൽ ബലേബ അട്ടർ ഫെയിലിയർ ആയിരുന്നു. 33 വയസ്സ് പ്രായമുള്ള കസിമീറോ വെറും 21 വയസ്സ് പ്രായം മാത്രമുള്ള ബലേബേനെ ഫുൾ ഗെയിം ഡോമിനേറ്റ് ചെയ്തേക്കുമായിരുന്നു. നൗ ടോക്കിംഗ് അബൌട്ട് ദ ഗോൾസ്. മത്തായസ് കൂനിയ യുണൈറ്റഡിന് വേണ്ടിയുള്ള ഓപ്പണർ സ്കോർ ചെയ്തു. മത്തായസ് കൂനിയയുടെ ഈ സീസണിലെ ഏറ്റവും ഫസ്റ്റ് ഗോൾ. ആൻഡ് വാട്ട് എ ഗോൾ! ഒരു ടിപ്പിക്കൽ മത്തായസ് കൂനിയ ഫിനിഷ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ സീസൺ ബുൾസിൽ പുള്ളിയുടെ പ്ലേയിങ് സ്റ്റൈലും പുള്ളിയുടെ ഫിനിഷിംഗ് ഒക്കെ കണ്ടാണ്. ആൻഡ് ഞാൻ യുണൈറ്റഡ് പുള്ളിയുടെ സൈൻ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ടിപ്പിക്കൽ മത്തായസ് കൂനിയ ഫിനിഷിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഈ സമ്മറിലെ ഏറ്റവും ഫസ്റ്റ് സൈനിങ് ആയിരുന്നു മത്തായസ് കൂനിയ. ആൻഡ് കൂനിയയിൽ അത്യാവശ്യം ക്യാഷും യുണൈറ്റഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 8 പ്രീമിയർ ലീഗ് ഗെയിംസിലും മത്തായസ് കൂനിയ ഗോൾ സ്കോർ ചെയ്യാത്തതിന് ആരും പുള്ളിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പുള്ളി എപ്പോൾ കളിച്ചാലും പുള്ളിയുടെ ഓവറോൾ പെർഫോമൻസ് ടോപ്പ് ക്ലാസ് ആണ്. ആൻഡ് ഫൈനലി ഈ കളിയിൽ പുള്ളി ഗോളും കൂടെ സ്കോർ ചെയ്തപ്പോൾ ഒരു 10 ഔട്ട് ഓഫ് 10 പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡ് ഈ ഫസ്റ്റ് ഹാഫിൽ വെറും ഒരു ഗോൾ മതി എന്ന് വിചാരിച്ച് ഒരു ഡിഫൻസീവ് ഷേപ്പിലേക്ക് പോയില്ല. യുണൈറ്റഡ് ബ്രൈറ്റനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. യുണൈറ്റഡ് ബ്രൈറ്റനെ പ്രസ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ ഒരു ഹെവി പ്രസ്സിംഗിൽ നിന്നാണ് സെക്കൻഡ് ഗോൾ ഉണ്ടായത്. ബ്രൈറ്റൺ അവരുടെ ടിപ്പിക്കൽ പ്ലേയിങ് ഔട്ട് ഫ്രം ദ ബാക്ക് നോക്കി. ആൻഡ് ലൂക്ക് ഷോ ബ്രൈറ്റൺ പ്ലെയറിനെ പ്രസ് ചെയ്തു. ആൻഡ് അവിടെ നിന്നാണ് ഒരു മിസ്റ്റേക്ക് ഉണ്ടായത്. കസിമീറോയുടെ കയ്യിൽ ബോൾ കിട്ടിയപ്പോൾ ഓൾഡ് ട്രാഫോർഡിലെ എല്ലാവരും ഷൂട്ട് എന്ന് മാത്രമായിരുന്നു പറഞ്ഞത്. ആൻഡ് കസിമീറോ ഫാൻസിനെ ഡിസപ്പോയിന്റ് ചെയ്തില്ല. പുള്ളി ഷൂട്ട് ചെയ്തു. ആൻഡ് ബോൾ ഡിഫ്ലക്റ്റ് ആയി ഗോളുമായി. ഞാനിത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്. യുണൈറ്റഡിന്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആരാന്ന് ചോദിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പറയാൻ പോകുന്നത് ബ്രൂണോ ഫെർണാൻഡസ് എന്നായിരിക്കും. പക്ഷേ കസിമീറോയുടെ ഇമ്പോർട്ടൻസും കസിമീറോ ഈ ടീമിലേക്ക് കൊണ്ടുവരുന്ന ക്വാളിറ്റിയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ക്ലബിലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേൾഡ് ക്ലാസ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ പുള്ളി മാത്രമാണ്. പ്ലീസ് ഉഗാർട്ടയുടെ പേര് പോലും എന്നോട് പറയരുത്. സോ ഫസ്റ്റ് ഹാഫ് ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് 2-0. നോ, സത്യം പറഞ്ഞാൽ ഈ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ യുണൈറ്റഡ് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അവർ ആ 2-0 ലീഡ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുമോ അതോ ഫസ്റ്റ് ഹാഫിൽ കളിച്ച പോലെ ബ്രൈറ്റനെ അറ്റാക്ക് ചെയ്ത് ബ്രൈറ്റനെ പ്രസ് ചെയ്ത് തേർഡ് ഗോൾ സ്കോർ ചെയ്യാൻ നോക്കുമെന്ന്. ആൻഡ് താങ്ക്ഫുള്ളി യുണൈറ്റഡ് സെക്കൻഡ് ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. കാരണം സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ യുണൈറ്റഡ് ബ്രൈറ്റനെ പ്രസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് വെറും 15 മിനിറ്റിനുള്ളിൽ യുണൈറ്റഡ് 3-0 ആക്കി. ഇത്തവണ ഗോൾ അടിച്ചത് ബ്രയൻ എംബൂയിമോ. നൗ ശരിക്കും ഈ തേർഡ് ഗോൾ റെഫറി അലൗ ചെയ്യാൻ പാടില്ല എന്നൊക്കെ കുറെ പേര് പറയും. കാരണം ബോള് എംബൂയിമോക്ക് എത്തുന്നതിന് മുമ്പ് ലൂക്ക് ഷോ ഒരു ബ്രൈറ്റൺ പ്ലെയറിനെ ഫൗൾ ചെയ്തു. ഫൗൾ ചെയ്തെന്ന് ബ്രൈറ്റൺ ഫാൻസും റൈവൽ ഫാൻസ് ഒക്കെ പറയും. പക്ഷേ റെഫറി വിസിൽ ഊതിയില്ല. ആൻഡ് യുണൈറ്റഡ് പ്ലേഡ് ഓൺ. ആൻഡ് എംബൂയിമോൻ ഒരു കിഡിലൻ ഫിനിഷും. കളി കണ്ട് മടുത്ത ബ്രൈറ്റന്റെ കോച്ച് കളി ഒന്ന് ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടി 3 സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഒരുമിച്ച് അങ്ങ് ഇറക്കി. ഇത് കണ്ട റൂബൻ അമോറിമും സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഇതായിരുന്നു ഈ കളിയിൽ പുള്ളി ചെയ്ത ഏറ്റവും ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. എന്നെ ഈ ക്ലബിൽ ഒട്ടും കൺവിൻസ് ചെയ്യാത്ത 2 പ്ലെയേഴ്സിനെയാണ് അമോറിം പിച്ചിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് സർപ്രൈസ് കസിമീറോനെയും കൂനിയനെയും അമാദിനെയൊക്കെ റിപ്ലേസ് ചെയ്തപ്പോൾ യുണൈറ്റഡിന്റെ പെർഫോമൻസ് ലെവലും നേരെ കുറഞ്ഞു. ഡോർഗൊക്കെ എന്താ ചെയ്യണേന്ന് എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. ഒരു റിസ്ക് ഇല്ലാത്ത സിറ്റുവേഷനിൽ നിന്നാണ് പുള്ളി ഓരോ മിസ്റ്റേക്സ് ഉണ്ടാക്കി ബ്രൈറ്റിന് ബോൾ കൊടുക്കുന്നത്. ആൻഡ് കൗണ്ടർ അറ്റാക്ക് ചെയ്ത മിനിറ്റേനെ പാട്രിക് ഡോർഗോ ട്രാക്ക് ബാക്ക് ചെയ്ത് ഫൗൾ ചെയ്തു. ആൻഡ് സത്യം പറഞ്ഞാൽ ഞാനിത് റെഡ് കാർഡ് ആയിരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് റെഫറി യെല്ലോ കാർഡ് മാത്രമേ കൊടുത്തുള്ളൂ. ആൻഡ് കിട്ടിയ ഫ്രീ കിക്കിന്ന് എക്സ് യുണൈറ്റഡ് പ്ലെയർ ആയ ഡാനി വെൽബാക്ക് 3-1 ആക്കും.
അത് കഴിഞ്ഞിട്ട് ബ്രൈറ്റൺ ഇതുവരെ ഇല്ലാത്ത ഒരു പെർഫോമൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അറ്റാക്ക്. ആൻഡ് അമോറിം സെർസ്കിനെയും കൂടെ കൊണ്ടുവന്നപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അമോറിം നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻസിൽ മൈനുവിനെയും ഹാവിനെയും മാത്രമാണ് ഞാൻ നല്ല പ്ലേയേഴ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യണത്. പാട്രിക് ഡോർഗുവിനെയും ഉഗാർട്ടേനെയും സെർസ്കിനെയൊക്കെ യുണൈറ്റഡ് നാളെ സെല്ല് ചെയ്താൽ പോലും ഞാൻ കെയർ ചെയ്യാൻ പോകുന്നില്ല. ആൻഡ് കളിയുടെ അവസാനം ബ്രൈറ്റൺ ഒരു കോർണർ കിട്ടി. ആൻഡ് ആ കോർണറിൽ നിന്ന് അവർ സ്കോറും ചെയ്തു. ആൻഡ് ആ ഹെഡർ സ്കോർ ചെയ്ത ബ്രൈറ്റൺ പ്ലെയറിനെ ആരായിരുന്നു മാർക്ക് ചെയ്യണത്? ജോഷുവ സെർസ്കി. അമോറിം പറഞ്ഞ പോലെ വി മസ്റ്റ് ഓൾ സഫർ. യുണൈറ്റഡ് ഫാൻസിന് ഒരു ഗെയിം പോലും ഫസ്റ്റ് മിനിറ്റ് തൊട്ട് 90th മിനിറ്റ് വരെ കംഫർട്ടബിൾ ആയിട്ട് എൻജോയ് ചെയ്ത് കണ്ടിരിക്കാനുള്ള ഒരു ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ആ കളിയുടെ 70th മിനിറ്റ് വരെ എന്ത് എൻജോയബിളും എന്ത് പീസ്ഫുള്ളുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവസാനമായപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ ഈ കളി 3-2 എൻഡ് ചെയ്തെങ്കിൽ ഞാൻ ചെറുതായിട്ട് ഡിസപ്പോയിന്റഡ് ആയേനെ. പക്ഷെ താങ്ക്ഫുള്ളി ബ്രയൻ എംബുയിമോ യുണൈറ്റഡിന് വേണ്ടി 4ാമത്തെ ഗോൾ സ്കോർ ചെയ്യും. ആൻഡ് 4-2 ഒരു ഫെയർ റിഫ്ലക്ഷൻ ആണ് കളിയുടെ. കാരണം യുണൈറ്റഡ് ആയിരുന്നു ബെറ്റർ ടീം. ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. ആൻഡ് ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ലിവർപൂൾ ബ്രൻഫോർഡ് മാച്ച് തുടങ്ങിയിട്ടില്ല. ആൻഡ് ആ സിറ്റുവേഷനിൽ പ്രീമിയർ ലീഗ് ടേബിൾ എടുത്ത് നോക്കുവാണെങ്കിൽ യുണൈറ്റഡ് ടോപ്പ് 4ലാണ്. ആൻഡ് ലീഡേഴ്സായ ആർസണലായിട്ട് വെറും 3 പോയിന്റ് ഗ്യാപ്പും. ഈ ടേബിൾ കണ്ടപ്പോൾ എനിക്ക് വന്ന ഡൗട്ടാണ്, ശരിക്കും യുണൈറ്റഡ് അത്രയ്ക്കും ബാഡ് ആണോ, അതോ നമ്മളെല്ലാവരും യുണൈറ്റഡിന്റെ കാര്യത്തിൽ എക്സ്ട്രാ ആയിട്ട് നെഗറ്റീവ് ആവണ്ടോ? എനിവേസ്, ബ്രൻഫോർഡ് ലിവർപൂളിനെ തോൽപ്പിച്ച് നാളെ രാവിലെ ഞാൻ എണീക്കുമ്പോഴും ടേബിൾ ഇതുപോലെ തന്നെ ആയിരിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് യുണൈറ്റഡും ബ്രൈറ്റനുമായിട്ടുള്ള ഈ ഗെയിമിനെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻസ്. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഉറച്ചിരിക്കുന്നത്. ഈ ഗെയിമിൻ്റെ ഫസ്റ്റ് മിനിറ്റ് തൊട്ട് 70th മിനിറ്റ് വരെ യുണൈറ്റഡിൻ്റെ ഗെയിം ഓഫ് ദി സീസൺ. ആ ലാസ്റ്റ് 20 minutes ആണ് നമ്മളെല്ലാവരും അമോറിനെയും ഈ ടീമിനെയും ക്രിട്ടിസൈസ് ചെയ്യാനുള്ള മെയിൻ കാര്യം. ആ ലാസ്റ്റ് 20 minutes യുണൈറ്റഡിന്റെ വീക്ക്നെസ്സും ഇഷ്യൂസും ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. പക്ഷെ അമോറിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇത് 3rd മാച്ചിനെ റോ ആണ് യുണൈറ്റഡ് ജയിക്കുന്നത്. സണ്ടർലാൻഡിനെ ബീറ്റ് ചെയ്തു, ലിവർപൂളിനെ ബീറ്റ് ചെയ്തു, ആൻഡ് നൗ ബ്രൈറ്റനെ ബീറ്റ് ചെയ്തു. അടുത്ത 3-4 മാച്ചസിൽ ഈ സെയിം ലെവൽ ഓഫ് പെർഫോമൻസും സെയിം റിസൾട്ട്സും വേണമെന്നായിരിക്കും പുള്ളി എക്സ്പെക്ട് ചെയ്യണത്. കാരണം അമോറിം വന്നിട്ട് ഓൾമോസ്റ്റ് 1 വർഷം ആവാറായി. ആൻഡ് ഇതുവരെ യുണൈറ്റഡ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സീരീസ് ഓഫ് പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പുള്ളിനെ കണ്ടില്ലേ, യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ 5 മാച്ച് കൺസിക്യൂട്ടീവായിട്ട് ജയിച്ചാൽ മാത്രമേ എൻ്റെ മുടി വെട്ടുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പുള്ളിയാണ് ഇത്. ആൻഡ് ഇപ്പൊ പുള്ളിയുടെ അവസ്ഥ മറുവാൻ ഫെലേരിനെക്കാട്ടും കഷ്ടമാണ്. സോ യുണൈറ്റഡ് ആൻഡ് അമോറിം ഒരു 2 മാച്ചും കൂടെ ജയിച്ച് ഈ പുള്ളിക്ക് ഫൈനലി ബാർബർ ഷോപ്പ് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കൂ. അതാണ് എൻ്റെ ഫൈനൽ തോട്ട്സ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ആസ് ഓൾവേസ് സബ്സ്ക്രൈബ്.